ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ പാത്തൂട്ടിയും കുഞ്ഞും കൂടെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാനും എൻ്റെ കെട്ടിയോനും ചേർന്നൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ നിന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. കാര്യം ഇവിടെ വൈഫൈ കണക്ഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇവിടെ വൈഫൈ വെക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എനിക്ക് പണ്ടാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് 2 GB നെറ്റ് മതി. ഒരു വ്ളോഗൊക്കെ ഇടാൻ ഒരു 10 മിനിറ്റുള്ള വ്ളോഗിന് ഒരു 2 GB നെറ്റ് മതി. പക്ഷേ ഇപ്പം ഒരു ചെറിയ ഷോർട്സ് ഇടണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 200 MB വേണം. പണ്ട് 34 MB ആയിരുന്നത്. യൂട്യൂബൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞുള്ളൂ കേട്ടോ. നമ്മൾ പണ്ടത്തെ പോലെയൊന്നും ഇല്ല, വൈഫൈ ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ വൈഫൈ കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വ്ളോഗുകൾ ഞാൻ എടുക്കാതെ പോയി. കാരണം ഫോണിൽ സ്റ്റോറേജ് ഒരുപാടാവും. അപ്പം എടുക്കാൻ പറ്റില്ല. വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം അപ്ലോഡ് ചെയ്ത് അൺലിസ്റ്റോ എന്തെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് പബ്ലിക് ആക്കാം. പക്ഷേ വൈഫൈ ഇല്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് കുറേ വ്ളോഗ് ഞാൻ എടുക്കാതെ പോയി. അപ്പോൾ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പാത്തുട്ടി അവിടെ താഴെ ഇരുന്ന് ലാപ്പിൽ കളിക്കുന്നുണ്ട്. ഞങ്ങൾ റെഡിയായി നിന്നു. മിസ്റ്റർ നൗഷാദ് മാത്രം ഇതുവരെ റെഡിയായില്ല. ഞങ്ങളെ ചടപടയെന്ന് പറഞ്ഞിട്ട് വെപ്രോളപ്പെടുത്തി ഒരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുക്കി നിർത്തിയിട്ട് 1 മണിക്കൂറായി. 1 മണിക്കൂർ ലേറ്റാകാൻ കാരണം ഇന്ന് എനിക്ക് വൈഫൈ സെറ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ അവിടെ വൈഫൈ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, പാത്തു അയൺ ബോക്സ് ഓഫ് ചെയ്തേ. അപ്പോൾ ഞാനിവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നു, അപ്പുറത്ത് വൈഫൈ വയ്ക്കുന്നു. ഞാനിവിടെ നിന്ന് വ്ളോഗ് എടുക്കുന്നു, അപ്പുറത്ത് വൈഫൈ വയ്ക്കുന്നു. ഇനി എനിക്കൊരു മൈക്ക് വേണം. മൈക്കും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം വ്ളോഗ് ഇട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നതായിരിക്കും. ഞാൻ പാത്തുട്ടി അവിടെ നിന്ന് കോപ്രായം കാണിക്കണം. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങി ഞങ്ങളെ വെപ്രാളപ്പെടുത്തി കൊല്ലും. ഞാൻ 4:30 ആകുമ്പോൾ പോകും. ഞാൻ ആരെയും വിളിക്കാൻ നിൽക്കില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് റെഡിയാവണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിട്ട് വരട്ടും. അത് ഞങ്ങൾ നേരത്തെ റെഡിയാവാൻ വേണ്ടി പറയുന്നതാണ്. എന്നിട്ട് ഇതേ പാത്തുട്ടിയെ കൊണ്ട് മുടി കെട്ടിക്കുന്നതേ ഉള്ളൂ. പാത്തുട്ടി മുടി കെട്ടുന്നത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്താണ്. അത് ഇക്കാടെ ഫോണിലാണ് എടുത്തത്. അത് വാട്സാപ്പിൽ ഇട്ടിട്ട് വേണം ഇതിലോട്ട് എടുക്കാൻ. പക്ഷേ അത് ഇതിലോട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് വന്നു. നൈറ്റ് വ്യൂ ആണ് കേട്ടോ ശംഖുമുഖത്ത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ വന്ന കടയിൽ പാനിപ്പൂരിയും സ്വീറ്റ് കോണൊക്കെ മാത്രമേ ഉള്ളൂ. ചായ വേണമെങ്കിൽ അപ്പുറത്ത് പോകണം. അതങ്ങനെയാണ്, ഓരോ കടകളിലും ഓരോന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പാവം എൻ്റെ കെട്ടിയോൻ അപ്പുറത്തെ കടയിൽ ചായ മേടിക്കാൻ പോയി. ഞങ്ങൾ ഒരു സെറ്റ് പാനിപ്പൂരി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. കാര്യം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വേറൊരു സെറ്റ് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓർഡർ ചെയ്തത് വന്നു. അപ്പോൾ ആദ്യം കുഞ്ഞുമാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരുന്നപ്പം പൂച്ച മദ്യത്തിലെ കടിച്ചു പിടിക്കും പോലെ സ്നാക്സും കടിച്ചുകൊണ്ട് എൻ്റെ കെട്ടിയും ചായയും കൊണ്ടുവന്ന് പാവം അപ്പുറത്ത് പോയി കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നാണ്. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കി ചായ എടുത്ത് ചീഴ്സ് പറഞ്ഞ് വായിൽ വെച്ചിട്ട് ചായ അങ്ങോട്ട് വയ്ക്കാനും ടേബിളിൻ്റെ പുറത്ത് മൊത്തം കമിഴ്ന്ന്. പിന്നെ പാവം എൻ്റെ കെട്ടിയവന് പണിയായി. ഇക്ക തന്നെയാണ് ടേബിളൊക്കെ വൃത്തിയാക്കി കൊടുത്തത് പാവം. അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചതും ചായ ആയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പിന്നെ പറഞ്ഞു എനിക്ക് വേറെ ചായ വേണ്ടേക്കാൻ, നമുക്ക് ഷെയർ ചെയ്യാമെന്നുണ്ട്. ഞങ്ങൾ തീറ്റ കണ്ട് അന്തം വിട്ട് പൊന്നാ തുടങ്ങിയാണ്. ഞങ്ങൾ രണ്ടാമതൊരു സെറ്റ് പാനിപ്പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പാനിപ്പൂരിക്ക് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ടല്ല, കുഞ്ഞുവിന് വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ്. കാര്യം അതിൽ പഞ്ചസാര വെള്ളമാണ് കലക്കി വെച്ചിരുന്നത്, പുളിവെള്ളമല്ല. ശരിക്കും നല്ല പാനിപ്പൂരിയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ കന്യാകുമാരിയിലോ ചെന്നൈയിലോ എവിടെയെങ്കിലുമൊക്കെ തന്നെ പോകണം കേട്ടോ. ഇവിടെയൊക്കെ ഡൂപ്പാണ്. ആരെങ്കിലും പാനിപ്പൂരിയിൽ പഞ്ചസാര വെള്ളം കലക്കി വയ്ക്കുകയോ പുളി ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉള്ളൂ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാനാകെ ഒരെണ്ണേ കഴിച്ചുള്ളൂ. പിന്നെ പിള്ളേർ തന്നെ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു പാർക്ക് കണ്ടു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കൊറോണയ്ക്ക് മുമ്പ് അവിടെ കുറേ അന്നലൂഞ്ഞാലും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുമാതിരി രൂപക്കൂട്ടിനകത്ത് വെച്ച് പുണ്യാളനെ എഴുന്നള്ളിക്കും പോലെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഫുൾ ലൈറ്റായിരുന്നു. അങ്ങനെ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനൊരു കൽമണ്ഡപം കണ്ട് ഞാൻ വിചാരിച്ച് തമിഴ്നാട് എത്തിയോ? അല്ല, ഇത് ശംഖുമുഖം തന്നെയാണ്. ഈ ട്രെയിൻ കുറേ ഓടും, ബീച്ച് മൊത്തം കാണിച്ചു തരുമെന്ന് വിചാരിച്ചപ്പം ഞങ്ങൾ പോയ സ്ഥലത്ത് തന്നെ കപ്പൽ മുതലാളി സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാർ കാർ ഓടിക്കും പോലെ 2 റൗണ്ട് കറക്കിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ വീണ്ടും കൊണ്ടിട്ട് അങ്ങനെ കുറച്ച് കറങ്ങിയപ്പോൾ പാനിപ്പൂരിയൊക്കെ തിന്ന് ഞങ്ങൾക്ക് ഛർദ്ദിക്കാൻ തോന്നിയുകൊണ്ട് 2 റൗണ്ടിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇതിനകത്ത് ഇവനെ കയറ്റിയിട്ട് ഇവനെടാ ഇത് കുതിച്ച് ചാടുന്ന സാധനമാണ്, നീ കുതിക്കണമെന്ന് പറഞ്ഞു. ഇവൻ കരഞ്ഞ് നിലവിളിച്ച് അതിനകത്ത് കയറിയതല്ലാതെ അവൻ അങ്ങനെ നിന്നും തുള്ളിയതല്ലാതെ അവൻ ചാടിയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തൊരു സാധനം ഉണ്ടായിരുന്നത്, ഇതിൽ തെന്നി കയറണമെന്നും പറഞ്ഞ് അവൻ ബഹളം വെച്ച് വാപ്പിക്ക് കുറേ ഇടിയും കൊടുത്ത് പാവപ്പെട്ട എൻ്റെ കെട്ടിയനെ പറക്കിയിട്ട് ഇടിച്ചിട്ട് അവൻ അതിൽ കയറിയിട്ടേ ഇടങ്ങുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ വന്നു. അപ്പോൾ ഇവർക്ക് വന്ന ഉടനെ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടോ. എനിക്കും പാത്തുട്ടിയും കുഞ്ഞിനും ടെൻഡർ കോക്കനട്ടും ഇക്കാക്ക് സ്ട്രോബെറിയാണ് വാങ്ങിച്ചത്. ടെൻഡർ കോക്കനട്ട് ഒരു രക്ഷയില്ല, അന്ന് സ്ട്രോബെറിക്ക് പഴയ ടേസ്റ്റൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. അവിടെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ.
നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടിച്ചാത്തൻ്റെ 2 കൊമ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിച്ചാത്തൻ്റെ കൊമ്പൊക്കെ മേടിച്ച് നമ്മളവിടെ ഇരുട്ടത്തിരുന്ന് ഫുൾ ഇരുട്ടാണ്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. അതേ ഇതാണ് നമ്മൾ മേടിച്ചത്. ഒരെണ്ണത്തിന് 50 രൂപ. പിന്നെ പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാങ്ങിച്ച് കൊടുത്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവർ അതിലും വില കൂടി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ബീച്ചിലെ വൈപ്പ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. പാത്തൂട്ടി ഒരുമാതിരി വാലാകോലാന്നും പറഞ്ഞിരുന്ന് പാത്തൂട്ടി ഉറക്കം തൂങ്ങിയിരുന്നപ്പം ഇക്ക പറഞ്ഞ്, പാത്തു ഇങ്ങനെ ഇരുന്ന വാപ്പി ഇനി ഓരോ സ്ഥലത്തും കൊണ്ടുപോകില്ല, ഡാൻസും പാട്ടൊക്കെ ചെയ്ത് നല്ല കിടുക്കാച്ചയായിട്ടിരുന്നാൽ മാത്രമേ ഇനി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അവൾക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷേ പോയി കഴിഞ്ഞാൽ ഒരു മൂലയിൽ പോയി ചത്തേ ചടനീന്നും പറഞ്ഞങ്ങിരിക്കും. അത് കാണുമ്പോഴത്തേക്കും ദേഷ്യം വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പേര് മാറ്റിയിട്ട് ഓൾഡ് കോഫി ഹൗസ് എന്നാക്കി കേട്ടോ. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചാൽ എന്തോ. ഞാൻ ഇന്നാൾ വന്നപ്പോഴും ഇന്ത്യൻ കോഫി ഹൗസ് എന്നായിരുന്നു പേര്. അടുത്തതായിട്ട് എൻ്റെ വീക്ക്നെസ്സാണിത്, ഈ ജിമിക്ക റിങ്സ്. ഈ 2 കമ്മലുമാണ് എൻ്റെ കമ്മൽ കളക്ഷനിൽ കൂടുതലുള്ളത്. ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകാൻ പെട്ട പാട് എൻ്റെ ഇക്കാക്ക് മാത്രമേ അറിയൂ. കണ്ണാടി നോക്കണേ, അവിടെ പോവാം. വലിയ കമ്മൽ മേടിച്ചാലും ജിമിക്ക മാത്രമേ മേടിക്കൂ കേട്ടോ. ജിമിക്കയോട് എനിക്ക് ഭയങ്കര ഒരു പ്രണയമാണ്. അതുപോലെ റിങ്സ് കമ്മലും, ഇത് രണ്ടുമാണ് എനിക്കുള്ള കമ്മൽ. ഈ കമ്മൽ മാത്രം ഞാൻ ഒരു കമ്മൽ വാങ്ങി തരാൻ പറഞ്ഞുകൊണ്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ പോയി നിൽക്കും. ഐട്ടാപ്പൊട്ടി അവിടെ കിട്ടും. മാടമ്പള്ളിയിൽ യഥാർത്ഥ മനോരോഗി ഞാനല്ലേ ഗൈസ്, ഇതായി എനിക്ക്. എൻ്റെ കാലിലെങ്ങ അറിഞ്ഞ ശരിക്കും ഇട്ടാപ്പൊട്ടി എന്ന് വെച്ചാൽ എന്തോ വലിയ സാധനമാണെന്നാണ് എൻ്റെ കെട്ടിയൻ വിചാരിച്ചത്. എന്തോ ഇടത്താ പൊങ്ങാത്ത സാധനമാണെന്ന്. പക്ഷേ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് പ്രാന്തായി കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇറച്ചിലും ബീച്ചിലും ഒക്കെ തുടങ്ങി. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിരുന്നു ആ ബീച്ചിൽ കാണിച്ചു കൂട്ടിയ പ്രകടനം മൊത്തം. കുറേ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ ഭർത്താക്കന്മാരെ വിശ്വസിച്ച് കൊണ്ടുവരാൻ മടിക്കുന്ന ഒരു സ്ഥലം. ആൻറ്റി 3 പേരും കൂടെ എന്നെ കൂട്ടാതെ പോണ. ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ തന്നെ വിളിച്ചപ്പോൾ എൻ്റെ പാവപ്പെട്ട കെട്ടിയോൻ പറഞ്ഞ റസി അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതിന് പൈസ കൊടുക്കണ്ടെന്ന്. പാവൻ ശംഖുമുഖത്തൊന്നും ഇതിനു മുമ്പ് വന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നണം. അവിടെ മൊത്തം ഫ്രീ ആണെന്ന് അറിഞ്ഞൂടല്ലോ പാവത്തിന്. പിന്നെ പാവത്തിനെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്യിച്ച് ഞങ്ങൾ പോയി ഇന്ന് ഫോട്ടോ എടുക്കുക, പൈസയൊന്നും കൊടുക്കണ്ട, വാ നമുക്ക് പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ പാത്തുട്ടി ഉറക്കം തൂങ്ങിക്കണം എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവൾ ആ പച്ച് ഒക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡാൻസൊക്കെ കളിച്ച്. അവളെ ഇളക്കി കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്താണെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് പറയാറില്ല മക്കളെ നീ ഇളകണമെന്ന്. അങ്ങനെ നമ്മളെല്ലാം കറങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ശംഖുമുഖത്ത് തൊട്ടപ്പുറത്തേനുള്ളൊരു തട്ടുകടയിൽ കയറി. ഞാനും പാത്തുട്ടിയും ദോശയും സാമ്പാറും ചിക്കൻ ഫ്രൈയും, അവർ വാപ്പയും മോനും പൊറോട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കറങ്ങി അടിച്ചു പൊളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം മനസ്സിന് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് യാത്ര എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരുപാട് മസിൽ പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മളത് ഇങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.